മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ എൻ രഘു സൂററ്റ്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. മോർണിംഗ് വോയിസിൻ്റെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിസ്തുല്യ സ്നേഹ വന്ദനങ്ങൾ. പ്രിയമുള്ളവരെ, ഒരു നല്ല പ്രഭാതം കർത്താവ് നമുക്ക് തന്നു. നമുക്ക് ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കാം. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് 73-ാം സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ആസാഫിന് പ്രയാസമായി തോന്നിയ പല കാര്യങ്ങൾ 73-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിലുണ്ട്. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അവർ മർത്യന്മാരെ പോലെ കഷ്ടത്തിലാകാഞ്ഞതിൽ, അവരുടെ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നതിൽ, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നതിൽ, അവർ പരിഹസിച്ച് ദുഷ്ടതയോട് ഭീഷണി പറയുന്നു, ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു, അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവർ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇക്കാര്യങ്ങളൊക്കെ ആസാഫ് ചിന്തിച്ചപ്പോൾ അവൻ്റെ ഹൃദയത്തിന് വലിയ വ്യസനം തോന്നി. അതുകൊണ്ട് അവൻ നിരാശനായി. അവനിങ്ങനെ ചിന്തിക്കുവാനായിട്ടിടയായി, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ, ഞാൻ ഇടപെടാതെ ബാധിതനായിരിക്കുന്നു എന്നൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ചിന്തിക്കുവാനും, അവൻ ദൈവം മുമ്പാകെ വളരെ തളർന്ന ഒരു നിരാശയുടെ, ഒരു പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നിട്ട് ഒരു പക്ഷേ ദൈവമന്ദിരത്തിലേക്കുള്ള യാത്ര പോലും അവൻ നിർത്തിവെച്ച പോലെ നമുക്ക് തോന്നുന്നു. ഇന്ന് അനേക ദൈവമക്കളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. അവരുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിലും മറ്റു മനുഷ്യരെ കണ്ടതുകൊണ്ടും മറ്റു മനുഷ്യരുടെ വളർച്ചയിലും അവരുടെ അഹങ്കാരമായ ജീവിത രീതിയൊക്കെ കണ്ടിട്ടും ദൈവമക്കൾ നിരാശരായി പോകാറുണ്ട്. അവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അവർ ദൈവത്തെ ഇങ്ങനെ നിന്ദിച്ചിട്ടും ദൈവത്തെ ഇങ്ങനെ ദുഷിച്ചിട്ടും ദൈവസന്നിധിയിൽ വരാഞ്ഞിട്ടും അവർക്ക് യാതൊരു പ്രശ്നവുമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ദൈവമക്കൾ നിരാശരായി ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വം അവർക്കില്ലാതെ വരുന്ന അനേക സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ നാം വായിക്കുന്നത് ഈ 73-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നാം സ്വയമായി ചിന്തിക്കുവാൻ ആഗ്രഹിച്ചാൽ നമുക്കത് വളരെ പ്രയാസമായിട്ട് തോന്നും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. ദൈവിക ആലോചനകൾ ലഭിക്കുവാൻ, ദൈവിക ഗൈഡൻസ് നമുക്ക് ലഭിക്കുവാൻ നമുക്ക് ഏറ്റവും പ്രധാനമായിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയും വിശുദ്ധ മന്ദിരവുമാണ്. ദൈവസഭയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ദൈവിക ആലോചനകൾ ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിചാരങ്ങളുടെ, ദൈവത്തിൻ്റെ കാര്യപരിപാടികളുടെ വലിയ വെളിപ്പെടുത്തലുകളുടെ സ്ഥലമാണ്. അതുകൊണ്ട് ദൈവസഭയെ, ദൈവിക കൂട്ടായ്മയെ, ദൈവത്തിൻ്റെ മക്കളുമായുള്ള ആ കൂട്ടായ്മയെ നാം ഒരിക്കലും നിസ്സാരമായി നാം കണക്കാക്കരുത്. അങ്ങനെ
ആസാഫിൻ്റെ ജീവിതത്തിൽ അവൻ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു, നിൻ്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. അതെ, വിവേകഹീനമായ മൃഗത്തെ പോലെ, ജ്ഞാനമില്ലാത്ത മൃഗത്തെ പോലെ ആ മനുഷ്യനായിത്തീർന്നു. ദൈവത്തിൻ്റെ സന്നിധി വിട്ടുപോകുന്നവർക്ക്, ദൈവസഭയുടെ കൂട്ടായ്മ വിട്ടുപോകുന്നവർക്ക് സംഭവിക്കുന്ന കാര്യം, അവരെ ഒന്നും അറിയാത്തവരെ പോലെ മൃഗതുല്യരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവർ വിവേകശൂന്യരായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആസാഫിൻ്റെ ജീവിതത്തിൽ അവനൊരു കാര്യം ചെയ്തത് 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുവാനായിട്ട്, കുറേ സമയം ഇരിക്കുവാനായിട്ട് ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, എപ്പോഴും. ഇനിയും മറ്റ് ക്ഷേത്രങ്ങളിലേക്ക്, മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാതെ ദൈവസന്നിധിയിൽ എപ്പോഴും ഇരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം. അങ്ങനെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം കാണുന്ന ഒരു കാര്യം, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ബലവത്തായ കരങ്ങൾ കൊണ്ട് എൻ്റെ വലം കൈക്ക് പിടിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അവൻ്റെ അടുത്തിരിക്കുമ്പോഴാണ് അവൻ്റെ കൈകൾ കൊണ്ട് എന്നെ പിടിക്കുവാനായിട്ട് കഴിയുന്നത്. അവൻ്റെ കൈ എൻ്റെ നേർക്ക് നീട്ടി എന്നെ പിടിക്കണമെങ്കിൽ ഞാൻ അടുത്തിരിക്കണം. ഞാൻ അവൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ, അവൻ്റെ അടുത്തിരിക്കുമ്പോൾ, അവൻ്റെ പാദത്തിലിരിക്കുമ്പോൾ അവൻ്റെ കൈ കൊണ്ട് എൻ്റെ വലം കൈക്ക് പിടിക്കുന്നു. ഞാൻ വീഴാതെ വണ്ണം. ദുഷ്ടന്മാർ വീഴുന്നു, അവർ വഴുവഴുപ്പിൽ നിൽക്കുന്നു, അവർ വീണാൽ എഴുന്നേൽക്കുന്നില്ല. എന്നാൽ എൻ്റെ ദൈവം എന്നെ തൻ്റെ കൈ കൊണ്ട് എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ വീഴുന്നില്ല. എത്രയോ ധന്യമായ വിചാരമാണ്. മാത്രമല്ല 23-ാം വാക്യത്തിൽ വീണ്ടും നാം ഇങ്ങനെ വായിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. 24-ാം വാക്യത്തിൽ നിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ആലോചന ലഭിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നിരന്തരമായിട്ടിരിക്കുന്ന ഭക്തന് ദൈവത്തിൻ്റെ ആലോചന ലഭിക്കുന്നു. ദൈവം ആലോചനയിൽ എന്നെ നടത്തുന്നു. ഇത്ര ഭാഗ്യമാണ്. ഇത് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് ലഭിക്കുന്നില്ല. ഈ ലോകത്തിലെ മനുഷ്യർക്കത് ലഭ്യമല്ല. ലോകത്തിലെ മനുഷ്യർക്ക് ലോകപ്രകാരമുള്ള യാത്രയാണ്. അവർ നാശത്തിലേക്ക് പോവുകയാണ്. അവരുണരുമ്പോൾ അവരുടെ രൂപത്തെ ദൈവം മറന്നു കളയുന്നു. ദൈവം നോക്കുന്നില്ല. ദൈവം അത് നിരസിക്കുന്നു. ദൈവം ത്യജിച്ച് കളയുന്നു. എന്നാൽ നാം ഇവിടെ വായിക്കുന്നത്, ദൈവം നമുക്ക് ആലോചനക്കാരനായി നമ്മെ നടത്തുന്നു, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. എത്ര ധന്യമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൻ്റെ ചപ്പും ചവറും ശ്രേഷ്ഠമെന്നെണ്ണി ലോകത്തിലേക്ക് പോയാൽ നാം നാശത്തിലേക്ക് പോകുന്നു. എന്നാൽ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവം തൻ്റെ കൈ കൊണ്ട് എൻ്റെ വലം കൈക്ക് പിടിച്ച് ആലോചന പറഞ്ഞു വന്ന് എന്നെ വഴി നടത്തി എന്നെ തൻ്റെ സന്നിധിയിൽ സമയമാകുമ്പോൾ തൻ്റെ മഹത്വത്തിലേക്ക് ചേർക്കും. ഈ ധന്യമായ അവസ്ഥയിലേക്ക് നാം എപ്പോഴും ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.